പിന്നെ ഇതേപോലെ ഞാനിപ്പോ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ. അപ്പൊ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്സ് ബിഫോർ മാരേജ് എന്നുള്ളൊരു സംഭവം. അതിനെ പറ്റി എന്താണ്? പണ്ടൊക്കെ നമ്മുടെ എന്താ പറയുന്നത്, എൻ്റെ ഒരു സമയകാലം തൊട്ട് നമുക്ക് കല്യാണം കഴിക്കുമ്പം അതിനകത്തിൽ പുതുപ്പെണ്ണ് പുതുച്ചക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ കല്യാണത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനൊന്നും അങ്ങനൊന്നും ഈ രതിമൂർച്ച എന്താണെന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതറിയാവുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതിനു മുന്നേ ഇവരിതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത്, എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഇതിനകത്തിലൊക്കെ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് നമ്മൾ പുതുപ്പെണ്ണായിട്ട് പോകുമ്പോൾ ആ പയ്യൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമുണ്ട് ആദ്യത്തെ രാത്രിയിൽ, വെർജിനിറ്റി. അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് അത് അവൻ്റെ ഒരു സ്വപ്നമാണ്. ഇവൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇവളുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ അതിന് ഓരോരോ റിലേഷൻഷിപ്പിൽ ഓരോ പെൺപിള്ളേർ ചെന്ന് പെട്ടിട്ട് അബദ്ധം പറ്റുന്ന പെൺപിള്ളേരുണ്ട് ഈ ലോകത്ത്. അവരെ സംബന്ധിച്ചത് ഒരബദ്ധം പറ്റും, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് ആ ഒരു അബദ്ധത്തിൽ എടുത്ത് ചാടാതിരുന്നാൽ ഒരു പരിധി വരെയൊക്കെ അവർ കല്യാണം കഴിച്ചാൽ സമാധാനത്തോടെ ഇരിക്കാം. കല്യാണം കഴിച്ച് കഴിയുമ്പം പല പിള്ളേർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് പിന്നെ ഡിവോഴ്സിലേക്ക് പോകുന്നത്. അതൊരു കാരണമാണ്. ശരിക്കും വെർജിനിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ സെക്സിൽ ഏർപ്പെടുമ്പം തന്നെ നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് സ്വയംഭോഗം ചെയ്താണെങ്കിലും നമുക്ക് നമ്മളുടെ വികാരങ്ങളെ കളയാവുന്നതേ ഉള്ളൂ. അതിനിപ്പം നമ്മളൊരു പുരുഷൻ്റെ കൂടെ പോയി കിടക്കണമെന്നില്ല. ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഈ തറവാടുകളിലൊക്കെ ആദ്യ രാത്രിക്ക് വെള്ള ബെഡ്ഷീറ്റ് ഇടിക്കും. ഇപ്പോഴും ഉണ്ടല്ലോ. ആണോ? ഇപ്പോഴും ഉണ്ട്. അതായത് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് നല്ല ഒരു സ്ത്രീയും അല്ലെങ്കിൽ മോശമായ ഒരു സ്ത്രീയും. ബ്ലഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് സ്പോർട്സിലൊക്കെ ഏർപ്പെടുന്ന പിള്ളേർക്ക് അങ്ങനെ ബ്ലഡ് വരണമെന്നില്ല. പക്ഷെ നമുക്ക് ഫസ്റ്റ് നൈറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിൽ നിന്ന് ഇപ്പോഴും പിന്നെ തീർച്ചയായിട്ടും ഇത് നമ്മുടെ അമേരിക്കയൊന്നും അല്ലല്ലോ. നമ്മൾ ഇങ്ങനെ പോയിട്ട് പല ആൾക്കാരുടെ കൂടെ പോയിട്ട് നമ്മൾ പിന്നെ ഒരു പയ്യനെ കല്യാണം കഴിച്ച് പോയി വെറുതെ നമ്മൾ ഒരിക്കലും ഒരാളുടെ വിശ്വാസവഞ്ചന കാണിക്കരുത്. അവിടെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഇപ്പം എന്തൊരു കാര്യം ചെയ്താലും നീ ഇങ്ങനെ വന്നതല്ലേടി എന്നുള്ളൊരു ചോദ്യം വരില്ലേ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ. ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും അത് കണ്ടു നിൽക്കുക. കഴിഞ്ഞ ഒരു പുരുഷൻ്റെ കൂടെ പോയി കിടന്നാൽ മാത്രമല്ല നമ്മുടെ വികാരത്തെ അടക്കാൻ പറ്റുന്നത് കല്യാണം കഴിക്കാത്ത പിള്ളേര്. ശരിയും തെറ്റും തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല. എങ്കിലും ഈ സെക്സ് ബിഫോർ മാരേജ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും അത് തെറ്റാണ്. ശരിക്കും അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികള് അതില് ഭയങ്കരമായിട്ട് അങ്ങനെ ആയി പോകുന്നുണ്ട്. എല്ലാവരെയും പറയാൻ പറ്റില്ല, ചിലവരൊക്കെ ഒരു 50% കൂടുതലെങ്കിലും അങ്ങനെ ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഓരോരോ 2K kids എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അങ്ങനത്തെ ഒരു ഫാഷൻ. ഈ ഫാഷൻ ആകുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ ചേഞ്ചസ് വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും കുടുംബവുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പം താങ്കളാണെങ്കിൽ പോലും ഒരു കല്യാണം ആലോചിക്കാൻ പോകുമ്പം അച്ഛൻ അമ്മ നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോയാണ് കാണിക്കുന്നത്. അവിടെ ചെല്ലുമ്പം അമ്മയ്ക്കറിയാം, പെൺപിള്ളേരുള്ള അല്ലേപ്പോട്ടെ നമ്മൾ മക്കളുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരു പെൺകുട്ടിയെ കാണുമ്പം അവൾ എന്താണെന്നും അവളുടെ ശരീരം കാണുമ്പോൾ എങ്ങനെയാണെന്നും. അവിടെ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ കൊച്ച് എങ്ങനെയാണ്, നല്ലതാണോ അഴുക്കാണോ എന്നുള്ളത് വീട്ടുകാർ തന്നെ പറയും. അല്ല ഇതിനെ വേണ്ട, നമുക്ക് ഈ ബന്ധം വേണ്ട. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയിപ്പിക്കാതെ നല്ലൊരു ബന്ധങ്ങൾ, നല്ല പയ്യന്മാരെ കെട്ടി ജീവിക്കാനുള്ള ഒരു സ്വപ്നം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നങ്ങളാണ്, അയ്യോ നല്ലൊരു പയ്യൻ വരും എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടോ. കാരണം വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് നല്ല പ്രീഷ്യസ് ആയിട്ടിരിക്കുന്നതാണ് നമ്മുടെ കല്യാണത്തിന് മുന്നേ ഉള്ള മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആ വരുന്ന പയ്യനെ കല്യാണം കഴിച്ച് നമ്മൾ കൂടെ പോകുന്ന ആ പയ്യന് അത് അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ അച്ഛൻ നമുക്ക് പയ്യന് കൈപിടിച്ച് കൊടുക്കുമ്പോൾ എന്താണ് പറയുന്നത്, എല്ലാ കന്യാത്വം മൊത്തത്തിൽ കൂടെ കൊടുക്കുക. അപ്പോൾ അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം കീപ്പ് ചെയ്ത് വേണം നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറാൻ. അപ്പോൾ ശരിക്കും വിവാഹം വരെ ഈ പെൺകുട്ടി ഈ ഒരു വെർജിനിറ്റി കൊണ്ട് നടക്കണം, കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഒപ്പീനിയൻ അത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പാണത്. അല്ലെങ്കിൽ ചതി എന്നുള്ളൊരു സംഭവം വരും. തീർച്ചയായിട്ടും സത്യമല്ലേ.
നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടി ഇതെല്ലാം ഉണ്ടെങ്കിൽ അവൾക്കിപ്പം സ്വത്തുണ്ട്, പണമുണ്ട്, ചിലപ്പോൾ അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ടാവും. എന്നാലും ഒരു സംഭവം ഞാൻ കിട്ടിപ്പോയല്ലോ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി. പിന്നെ നിങ്ങൾക്ക് ഇതെന്താണ് ഈ വെർജിനിറ്റി എന്നൊരു ടെസ്റ്റിങ്ങിനുള്ള ഒരു ചിന്താഗതി വരും. ഇതെങ്ങനെയായിരിക്കും അല്ലേ? അതൊക്കെയാണ് ശരിക്കും. അപ്പൊ ഈ വെർജിനിറ്റി എന്നുള്ളത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണോ? അല്ല, ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നമുക്കറിയാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങൾക്കല്ലാതെ അറിയാൻ പറ്റുള്ളൂ. അതിന് ശരിക്കും പറഞ്ഞാൽ സയന്റിഫിക്കലി നമുക്ക് അറിയാൻ പറ്റും. ആൺപിള്ളേർ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഒരുപാട് സെക്സ് ചെയ്യുന്ന ആൺപിള്ളേർക്കാണെങ്കിൽ അവരുടെ തൊലി, ഒരുപാട് ചെയ്യാത്ത ആൺപിള്ളേരാണെങ്കിൽ തൊലി മാറാൻ പാടായിരിക്കും. ഒരുപാട് ചെയ്യുന്ന ആണുങ്ങളാണെങ്കിൽ തൊലി പെട്ടെന്ന്. ഇതൊക്കെ ഈ നേഴ്സ് പഠിച്ചുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലായിരിക്കുമല്ലോ. അതാണ്, മനസ്സിലാക്കാനുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന വിവാഹം വരെ രണ്ടുപേരും ഈ സൂക്ഷിച്ചാൽ കൊള്ളാം. ഇപ്പൊ ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെണ്ണുങ്ങൾക്കാണ് എല്ലാത്തിലും അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുള്ളത്. ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അത് അടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആണുങ്ങളെക്കാളും കൂടുതൽ എപ്പോഴും വെർജിനിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് തന്നെ. അത് ശരിക്കും ശരിയാണോ? അത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരിയും തെറ്റും വേണമെങ്കിൽ വെർജിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ താഴെ പെൺപിള്ളേർക്ക് യോനിഭാഗം മാത്രമല്ല, ബ്രസ്റ്റും അവരുടെ ശരീരവും നമ്മളൊരാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല ഗ്ലോ ആയിരിക്കും. ഒരു ആണെ തൊടാത്തൊരു പെണ്ണെന്ന് പറയുന്നത് നല്ല പൂമൊട്ട് പോലെ ഇരിക്കും. ഒരാണ് പിടിച്ച് ഉമ്മ കൊടുത്ത് പെണ്ണിന്റെ ബ്രസ്റ്റൊക്കെ അമക്കി കഴിഞ്ഞാൽ ആ ബ്രസ്റ്റിന് ഉടവ് വരും അല്ലേ? സ്റ്റിഫ്നെസ് പോകും. നമുക്കറിയാൻ പറ്റും ഒരു പെണ്ണ് എന്താണെന്നും എങ്ങനെയാണെന്നും. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും കീപ്പ് ചെയ്യുക, അവന്റെ ബോഡി കീപ്പ് ചെയ്യുക. അത് മേഡം ഇപ്പൊ കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതിപ്പോ വേറെ ഏതെങ്കിലും, അതായത് ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വിദേശികൾക്കാകാമല്ലോ. അമേരിക്കൻസ് ഒന്ന് പോയ പെണ്ണുങ്ങളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ട്രഡീഷണൽ ലൈഫ് സ്റ്റൈലാണ്. അവിടെ ഇത് നടക്കൂലല്ലോ. ഇപ്പം നമുക്കിവിടെ നിന്നുകൊണ്ട് നമുക്കൊരു സായിപ്പിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? നമ്മൾ നമ്മുടെ നാട്ടിലെ രീതികൾ ഫോളോ അപ്പ് ചെയ്ത് പോകാന്നുള്ളതാണ്. നമ്മളിപ്പോ ബാംഗ്ലൂർ പഠിച്ചാലും, മാഡം ഗൾഫിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പറഞ്ഞു, അവിടെ ഇതൊരു തെറ്റല്ല. അവിടെ അറബികൾ അങ്ങനെ അല്ലല്ലോ. അറബികൾ അവർക്കും ഇത് തന്നെയല്ലേ. അവരും അവരുടേതായിട്ടുള്ള കന്യാത്വമൊക്കെ സൂക്ഷിച്ചാണ് അവര്. നമ്മളെക്കാട്ടിലും ഭയങ്കര കെയറിങ് ആണ് അവർക്കെന്ന് പറയുന്നത്. അത് മതപരമായതുകൊണ്ടല്ലേ? മതപരമല്ല, ഓരോ രാജ്യത്തിലും ഓരോരോ രീതികളല്ലേ. അതല്ലേ അവർ മെയിൻ. നമ്മുടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അത് കീപ്പ് ചെയ്ത് പോവാന്നുള്ളതാണ്.